കൊച്ചു കൊച്ചു പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത പീഡിപ്പിച്ച ഈ അടുത്ത കാലത്ത് വെച്ച് ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരനും നരാധമനുമായ ഒരുവന്റെ കൈകളിലേക്ക് എത്തിയത് അള്ളാഹുവിന്റെ പരിഭാവനമായ പരിശുദ്ധ ഖഅബയുടെ കിസ്വയുടെ തുണിക്കഷ്ണങ്ങളായിരുന്നു. നമുക്കറിയാം, ലോക മുസ്ലിമീങ്ങൾ വളരെയധികം ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന പരിഭാവനമായ പരിശുദ്ധ ഖഅബ. ആ ഖഅബയിൽ അണിഞ്ഞിരിക്കുന്ന ആ പരിഭാവനമായ കിസ്വ, അത് ഒരു കഷ്ണമെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഈ ലോകത്തുണ്ടാവുകയില്ല. അത്തരത്തിൽ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്ന ആ കറുത്ത കിസ്വ ചെന്നെത്തിയത് ആ നരാധമന്റെ കൈകളിലേക്കാണ്. ആ നരാധമൻ ആരാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ലോകോത്തര തലത്തിൽ വലിയ രീതിയിൽ വിവാദമായി മാറിയ, വലിയ രീതിയിൽ ചർച്ചയായ, എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽ എന്ന് പറയുന്നത്. ഡോക്യുമെന്റ്സുകളും ചിത്രങ്ങളും വീഡിയോസുകളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് പേജുകൾ വരുന്ന ആ ഫയൽസിലെ ഓരോ വിവരങ്ങളും കണ്ട് ലോകം മുഴുവനും ഞെട്ടിയിരിക്കുകയാണ്. പല പ്രമുഖരുടെയും പേരുകളുണ്ട്. രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങളായ സെലിബ്രിറ്റികൾ, അതോടൊപ്പം ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ പലരുടെയും പേരുകൾ ആ ഒരു ഫയലിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 13ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്ന ആ ക്രൂരതയേറിയ ആ ഫയലുകൾക്കിടയിലാണ് ഇത്തരത്തിൽ കിസ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പരാമർശിക്കപ്പെടുന്നത്. അസീസ അൽ അഹമ്മദി എന്ന് പറയുന്ന UAE-യിലുള്ള ഒരു ബിസിനസ്സുകാരിയാണ് 2017 തുടക്കത്തിൽ ഈ കയറ്റുമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ എപ്സ്റ്റൈൻ ഫയലുകളിലെ മെയിലിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2017 മാർച്ചിലാണ് ഈ കിസ്വകൾ ഇത്തരത്തിൽ എപ്സ്റ്റൈൻ്റെ ഫ്ലോറിഡയിലെ വീട്ടിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റൈൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ഇത് നടന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നമുക്കറിയാം, കിസ്വ എന്നുള്ളത് അതൊരു സാധാരണ തുണിയല്ല. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ലോകത്തെ ആദ്യത്തെ ഭവനമായ ആ പരിശുദ്ധ ഖഅബയിൽ പുതച്ചിരിക്കുന്ന തുണിയാണ് കിസ്വ. അതുമാത്രമല്ല, ആ കിസ്വകളിൽ അള്ളാഹുവിന്റെ പരിഭാവനമായ ഖുർആനിലെ വചനങ്ങളും അള്ളാഹുവിന്റെ മഹത്വമേറിയ നാമങ്ങളും സ്വർണ്ണ നൂലുകളാൽ തുന്നിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നാം പ്രത്യേകം മനസ്സിലാക്കണം. ദശലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണീരും അർപ്പിക്കുന്ന ആ വിശുദ്ധമായ ആ ഒരു കിസ്വ ഇത്രയും മോശമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകിയത് വലിയ അനാദരവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്നവൻ, അവനൊരു സാധാരണ ഒരു കുറ്റവാളിയായിരുന്നില്ല, കൊടും കുറ്റവാളിയായിരുന്നു. കൊച്ചു പെൺകുട്ടികളെപ്പോലും, അതിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെപ്പോലും തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ലോകം കണ്ട കൊടും കുറ്റവാളിയാണ്. ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്ത ആ നരാധമന്റെ കൈകളിലേക്കാണ് പരിശുദ്ധ ഖഅബയുടെ ആ കിസ്വകൾ ചെന്നെത്തിയത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ നരാധമന്റെ കൈകളിലേക്ക് എത്തിയെന്നുള്ളത് ഇതുവരെയും ആർക്കും ഒരു വ്യക്തതയുമില്ല.